നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. മാന്നാമംഗലം പള്ളിയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് തൃശൂർ ഭദ്രസനാധിപനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. ഭദ്രസനാധിപൻ യൂഹന്നാൻ മാർ മിലിത്തിയോസിനെ ഒന്നാം പ്രതിയാക്കി വൈദികരടക്കം 120 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 30-ലേറെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന യാക്കോബായക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സംഘർഷത്തെ തുടർന്ന് ഇരുസഭകളുടെയും നേതൃത്വങ്ങളെ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു. വിവരങ്ങളുമായി സുബി വിശ്വനാഥ് ചേരുന്നു. സുബി, എന്തായാലും വൈദികരടക്കം 120-ലധികം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 30-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇരുവിഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ? നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കളക്ടർ വിളിച്ച ചർച്ച ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? രഞ്ജിനി, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് സമാധാന ചർച്ച നടക്കുക. കലക്ടറുടെ നേതൃത്വത്തിലാണ് സമാധാന ചർച്ച നടക്കുക. ഇന്നലെ അക്രമം അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇരുവിഭാഗങ്ങളുടെയും നേതാക്കളെ, തലവന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കലക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കേസിന്റെ സ്റ്റാറ്റസ് കോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ജില്ലാ കലക്ടറിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ സമാധാന ചർച്ച നടക്കുക 12 മണിക്കാണ്. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് ഭദ്രാസനാധിപൻ യൂഹന്നാൻ മാർ മിലിത്തിയോസ് ഉൾപ്പെടെയുള്ള അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഭദ്രാസനാധിപന്റെ നേതൃത്വത്തിലാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമുണ്ടായത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിനും ഒപ്പം തന്നെ അതിക്രമിച്ചു കയറൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ 120ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 30ഓളം പേരെ, 11 വൈദികർ ഉൾപ്പെടെ 30ഓളം പേരാണ് അറസ്റ്റിൽ ആയിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ 30ഓളം പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ 11 പേർ വൈദികരാണ്. ഇവർ ഇപ്പോൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഒപ്പം തന്നെ യാക്കോബായ സഭ വിശ്വാസികൾ ഇപ്പോഴും സെന്റ് മേരീസ് പള്ളിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പള്ളിക്കകത്ത് കയറി ഒരു അറസ്റ്റ് വേണ്ട എന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തിറങ്ങുന്ന മുറയ്ക്ക് ഇവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്കിലും പള്ളിയിൽ ഇപ്പോഴും യാക്കോബായ വിഭാഗം പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. ഒരു വിഭാഗം, അതായത് യാക്കോബായ വിഭാഗം ആരോപിക്കുന്നത് ഈ ഗേറ്റ്, സെന്റ് മേരീസ് പള്ളിയുടെ ഗേറ്റ് തകർത്തുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗം ഇങ്ങോട്ട് ഇരച്ചു കയറുകയായിരുന്നു എന്നാണ് യാക്കോബായ വിഭാഗം പറയുന്നത്. എന്നാൽ യാക്കോബായ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് കല്ലെറിയൽ ഉൾപ്പെടെയുള്ളവ ഉണ്ടായതാണ് സംഭവങ്ങളുടെ തുടക്കം എന്നാണ് ഓർത്തഡോക്സ് വിഭാഗവും ആരോപിക്കുന്നത്. ഇതിൽ വലിയ തോതിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് കലാശിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് പിന്നീട് സംഘർഷത്തിന് അയവ് വരുത്തിയത്. ആ സമയത്ത് തന്നെ 15ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഭദ്രാസനാധിപൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. ഇവർ ഇപ്പോഴും ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിനുശേഷം 30ഓളം പേരെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. എങ്കിൽ കൂടിയും ഇരു വിഭാഗങ്ങളുടെയും ആളുകൾ ഈ പരിസരത്തേക്ക് എത്തി തടിച്ചുകൂടി അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ ഭാഗത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 100ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിൽ തന്നെ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ ശാന്തമായ സാഹചര്യമാണുള്ളത്. എങ്കിൽ കൂടിയും ഒരു സംഘർഷ സാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. രഞ്ജിനി. ഒപ്പം തന്നെ സുബി, എന്തായാലും ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗക്കാർ ഇപ്പോഴും പള്ളിക്ക് പുറത്തുണ്ടോ? യാക്കോബായ വിശ്വാസികൾ പള്ളിക്കകത്ത് തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണോ അവിടെയുള്ളത്? യാക്കോബായ വിശ്വാസികൾ ഇപ്പോഴും പള്ളിക്കകത്ത് തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏതാണ്ട് 40ഓളം വിശ്വാസികളാണ് ഇപ്പോൾ പള്ളിക്കകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പള്ളിക്കകത്ത് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരാളെ പോലും ഇല്ല. ഇവർ ഇങ്ങോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉള്ളത്. എങ്കിൽ പോലും നിലവിൽ ഈ ഓർത്തഡോക്സ് വിഭാഗക്കാർ ആരും തന്നെ ഇല്ല. മാത്രവുമല്ല, പള്ളിക്കകത്ത് തുടരുന്ന യാക്കോബായ വിഭാഗത്തെ പള്ളിയുടെ ഉള്ളിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട എന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തിറങ്ങുന്ന മുറയ്ക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുമുണ്ട്. എന്നാലും പള്ളിക്കകത്ത് ഇപ്പോൾ യാക്കോബായ വിഭാഗം തുടരുകയാണ്. രഞ്ജിനി. ഒപ്പം തന്നെ സുബി, എന്തായാലും സുബി സൂചിപ്പിച്ചതുപോലെ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ സുരക്ഷ ആ പ്രദേശത്ത് ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണോ നിലനിൽക്കുന്നത്?
വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കരുതാനാവുക. കാരണം ഇപ്പോഴും പള്ളിക്കകത്ത് യാക്കോബായ വിഭാഗം ആളുകൾ തുടരുകയാണ്. ഇവരെ പുറത്തിറങ്ങുന്ന മുറയ്ക്ക് എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ ദേവാലയത്തിന്റെ പരിസരത്തെല്ലാം തന്നെയും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 2 വഴികളിലൂടെയാണ് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്ത് കടക്കാനാവുക. ഈ 2 വഴികളിലും പോലീസ് എത്തുന്നുണ്ട്. ഇവർ ഇറങ്ങുന്ന മുറയ്ക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അത്തരത്തിൽ ഇന്നലെ പ്രതിരോധം തീർത്തവർ തന്നെയാണ് ഇന്നും പള്ളിക്കകത്ത് തുടരുന്നത് എന്ന ഒരു നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഇവർ ഇറങ്ങുന്ന മുറയ്ക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ ശ്രമം. അതുകൊണ്ട് തന്നെ ഇവരെ വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. രഞ്ജിനി, ഒരു കാര്യം കൂടി, എന്തായാലും ഇന്ന് സംഘർഷ സാധ്യത പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇരു വിഭാഗങ്ങളുടെയും ഓർത്തഡോക്സിന്റെ ആയാലും യാക്കോബായുടെയും ഒരു പ്രതികരണം ഇന്ന് ലഭ്യമായിട്ടുണ്ടോ? ഓർത്തഡോക്സ് വിഭാഗം ഭദ്രാസനാധിപന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സഹകരണമാണ് ഇത്തരത്തിൽ വിഷയം വഷളാക്കിയത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. ടെലിഫോൺ വഴിയുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. അത്തരത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ അതായത് ആദ്യം മുതൽ തന്നെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് തങ്ങൾ ഇവിടേക്ക് വരുന്നത്. ആദ്യം ജില്ലാ ഭരണകൂടവുമായും പോലീസ് മേധാവികളുമായും ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല എന്നാണ് കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഭദ്രാസനാധിപൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ കുത്തിയിരിപ്പ് സമരത്തിലേക്ക് കടക്കുന്നത് എന്നായിരുന്നു ഭദ്രാസനാധിപൻ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷം ഇന്നലെയുണ്ടായ സംഘർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു. പള്ളിയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് തൃശൂർ ഭദ്രസനാധിപനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഭദ്രസനാധിപൻ യുഹനാൻ മാർ മിലിത്തിയോസിനെ 1-ാം പ്രതിയാക്കി വൈദികരടക്കം 120 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 30-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥ് നൽകിയത്. സിറോ മലബാർ സഭ സിനഡിന് ഇന്ന് സമാപനം. 11 ദിവസം നീണ്ടുനിന്ന സിനഡ് സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. വൈകിട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിനഡിന് സമാപന സന്ദേശം നൽകും. സഭയിൽ പരാതി പരിഹാര സമിതി രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയതു മാത്രമാണ് സിനഡിലെ പുതിയ തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, സഭയുടെ സിനഡ് ഇന്ന് സമാപിക്കുകയാണ്. സിനഡ് നടക്കുന്നത് വളരെയധികം കലുഷിതമായ ഒരു സാഹചര്യങ്ങളിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഭൂമി വിവാദം ഈ വർഷവും അവസാനിക്കാതെ തുടരുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ വൈദിക സമിതി അടക്കം പിരിച്ചുവിട്ടിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ നിലവിൽ വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലെല്ലാമാണ് സഭാ സിനഡ് നടക്കുന്നത്. സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങളുടെ ഒരു അനുരണനങ്ങൾ തീർച്ചയായും സിനഡിൽ ഉണ്ടാകുമെന്നൊരു വലിയൊരു പ്രതീക്ഷയും വിലയിരുത്തലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനഡ് ഏറ്റവും സമാപന ദിവസത്തിലേക്ക് വരുമ്പോഴും സഭയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും പുറത്തുവരുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ അനുസരിച്ച് യാതൊരുവിധ പരാമർശങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവർ നൽകുന്ന വിവരം. പുറത്തുവരുന്ന റിലീസുകളടക്കം ഇത് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. പക്ഷേ സഭയ്ക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സഭയ്ക്കകത്ത് തന്നെ ഒരു സമിതി വേണം എന്നൊരു ചിന്തയിൽ നിന്ന് സഭയുടെ പ്രശ്ന പരിഹാര സമിതി എന്നത് ഓരോ രൂപതകളിലും രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത് മാത്രമാണ് ഏറ്റവും പുതിയതും ഏറ്റവും കാര്യക്ഷമമായി എടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാവുന്നത്. അതിനപ്പുറത്തേക്ക് വലിയൊരു ക്രിയാത്മകമായ ചർച്ചകൾ മറ്റേത് വിഷയങ്ങളിലും എന്നതുപോലെ തന്നെ ഈ വിവാദ വിഷയങ്ങൾ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ഈ വൈദിക സമിതി പിരിച്ചുവിടപ്പെട്ട വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചു എന്നത് അത്തരം ഒരു വിവരങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും പോയിട്ടുമില്ല. വിശദാംശങ്ങളാണ് ഡാനി പോൾ കൊച്ചിയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപക നിയമനം PSCക്ക് വിടണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അധ്യാപകരെ നിയമിക്കാനുള്ള ചുമതല സംസ്ഥാന സർക്കാരിന് നൽകുന്നതായിരുന്നു 1954 കേരള വിദ്യാഭ്യാസ നിയമം. എന്നാൽ 1960 ഇറക്കിയ ഓർഡിനൻസിലൂടെ അധ്യാപകരെ നിയമിക്കാനുള്ള അധികാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് നൽകി. ഇതോടെ ശമ്പളം നൽകാൻ സർക്കാരും നിയമനം നടത്താൻ മാനേജ്മെന്റും എന്ന സാഹചര്യത്തിലോട്ട് കാര്യങ്ങളെത്തി. ഇത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണെന്നും അതിനാൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനം PSCക്ക് വിടണമെന്നുമാണ് ഹൈക്കോടതിയിലുള്ള ഹർജിയിലെ ആവശ്യം. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനാധികാരം മാനേജ്മെന്റുകൾക്ക് നൽകിയതോടെ ഈ മേഖലയിൽ വലിയ ക്രമക്കേടാണ് നടക്കുന്നതെന്ന് ഹർജിക്കാരൻ ആരോപിക്കുന്നു. കഴിഞ്ഞ 60 വർഷം കൊണ്ട് നടക്കുന്ന ഒരു കൊള്ളയാണ്. ഭരണഘടനയെ നോക്കുകുത്തിയാക്കിയിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ മാനേജർമാരെ കയ്യിൽ നിന്ന് നെക്സസുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആർക്കും ഒരു പ്രശ്നവുമില്ല.
ഇവിടെ 35% മാർക്കുള്ളവന് 50 ലക്ഷം രൂപ കൊടുക്കാറുണ്ടെങ്കിൽ അവൻ ടീച്ചറാണ് സ്കൂളിലും കോളേജിലും. അത് 95 മാർക്ക് വാങ്ങിച്ചിറങ്ങുന്ന പിള്ളേർക്ക് അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പോസ്റ്റും ഇല്ല, അവർക്കൊരു PSC ടെസ്റ്റ് എഴുതാനുള്ള സാഹചര്യമില്ല. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. സർക്കാർ ഇന്ന് വിശദീകരണം നൽകും. ന്യൂസ് 18 കൊച്ചി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും SS ശരൺ ചേരുന്നു. ശരൺ, എന്തായാലും എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപക നിയമനം PSCക്ക് വിടണമെന്നാവശ്യപ്പെടുന്ന ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. എന്തായാലും ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യാപക നിയമനം PSCക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലം സ്വദേശിയായ MK സലീം നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയാണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. പ്രധാനമായും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നിയമനം, അതായത് ഈ നിയമനം PSCക്ക് വിട്ടുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അന്തസ്സത്ത സംരക്ഷിക്കണമെന്നുള്ള ആവശ്യമാണ്. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ 1954 ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം, വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് ഈ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള നിയമനം, അധ്യാപക നിയമനം നടത്തേണ്ടത് സർക്കാരിന്റെ ചുമതലയായിരുന്നു. അതിനുശേഷം 1960 ഓർഡിനൻസ് വഴിയാണ് ഇതിലൊരു മാറ്റം കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ഓർഡിനൻസ് ഇറക്കിയതോടുകൂടി തന്നെ ഇതിന്റെ അധികാരം നൽകുന്നത്, അതായത് ഈ അധ്യാപക നിയമനത്തിനുള്ള അധികാരം നൽകുന്നത് ഈ കോളേജുകളിലെയും സ്കൂളുകളിലെയും ഒക്കെ ഉള്ള മാനേജർമാർക്കാണ്. അത്തരത്തിലുള്ളൊരു നിയമന അധികാരം മാനേജർമാർക്ക് നൽകിയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള കൊള്ള ഈ മേഖലയിൽ നടക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഹർജിക്കാരൻ പ്രധാനമായും ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയിൽ ഹർജി വന്നതോടുകൂടി തന്നെ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് സർക്കാർ ഈ വിഷയത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. അത് ഏത് രീതിയിലായിരിക്കും, അതായത് PSCക്ക് വിടണമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമായിരിക്കും സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഏതായാലും നിർണായകമായ ഒരു കാര്യമാണ് ഇന്ന് PSCയും ഒപ്പം തന്നെ എയ്ഡഡ് മേഖലയും സംബന്ധിച്ചുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹർജിക്കാരൻ MK സലീം നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ MK സലീം, എന്തായാലും മാനേജ്മെന്റുകളെ സംബന്ധിച്ച് അതിപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് കൈകടത്തുന്നതാണ് ഈ ഒരു ഹർജി. താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇവിടെ ഒരു കുഞ്ഞിന് പോലും ചോദിച്ചാൽ പറയും ഇവിടെ നെക്സസ് എന്ന് വെച്ചാൽ കോഴ കൊടുക്കാതെ ആർക്ക് ഇവിടെ ഒരു അധ്യാപകനായിട്ട് എയ്ഡഡ് കോളേജുകളിലെ സ്കൂളുകളിലെ നിയമനം കിട്ടത്തില്ലെന്ന്. അതൊരു അങ്ങാടിപ്പാട്ട എവരിബഡി നോസ് ഇറ്റ്. പക്ഷെ തിങ്സ് ഇത് ഭരണഘടനയെ നമ്മൾ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ രാജ്യം തന്നെ ഭരണഘടനയിലാണ് എല്ലാവരും ഭരിക്കുന്നത്. എന്തിന് മന്ത്രിമാര് പോലും ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താ കയറുന്നത്. കഴിഞ്ഞ 60 വർഷം കൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഈ ഭരണഘടനയിലെ 14, 16 എല്ലായിടത്തും വായിക്കണം. സത്യത്തിൽ 14, 16 നോക്കുകുത്തിയാക്കിയിട്ടാണ് ഈ കൊള്ള നടക്കുന്നത്. എന്നുവെച്ചാൽ 16 പറയുന്നത്, 14 തന്നെ വളരെ വ്യക്തമായി ഈക്വാലിറ്റി ഫോർ എവറി സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി, ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ഈക്വാലിറ്റി നിഷേധിക്കരുതെന്നാ. അവിടെ വെച്ച് തീരുന്നില്ല. 16 കൊണ്ടുവന്ന എന്തിനാ? 16 കൊണ്ടുവന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി മസ്റ്റ് ബി ഗിവൺ ഓൺ എംപ്ലോയ്മെന്റ്, ജോലിക്ക്. അതും ഫണ്ടഡ് ബൈ ദി സ്റ്റേറ്റ്. ടാക്സ് പേഴ്സിന്റെ പൈസ ആണ് എടുത്തു കൊടുക്കുന്നത് ഈ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കും അവിടെയുള്ള പ്യൂണിനും എല്ലാം സകല ചെലവും ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന പൈസ. പക്ഷേ വിമോചന സമരം നടത്തിയാണ് 1957 EMS മന്ത്രിസഭ മറിച്ചിട്ടുകൊണ്ട് വിമോചന സമരം നടത്തിയാണ് ഇത് ഇവർ സാധിച്ചെടുത്തത്. അന്ന് തൊട്ട് നടക്കുന്ന കൊള്ളയായത്. ഇതെന്ന് പറയുന്നത് ലോകത്ത് എവിടെയും നടക്കത്തില്ല. 35% മാർക്കുള്ള ഒരു ആപ്ലിക്കന്റിന് 40-50 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ഉടനെ അയാൾ ടീച്ചറാവുക. അതേസമയം 90-95 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് അയാൾ പൈസ, കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്, അത് 40-50 ലക്ഷം രൂപ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി പുറത്ത് നിൽക്കുക. ഒരു PSC ടെസ്റ്റ് പോലും എഴുതാനുള്ള അവസരമില്ല. ശ്രീ MK സലീം, ഇവിടെ ഒരു കാര്യം കൂടി. എന്തായാലും ആദ്യം ഈ ഒരു നിയമനം നടത്തിയിരുന്നത് സർക്കാരാണ്. എന്നാൽ 1960 ഓർഡിനൻസിലൂടെ ഈ ഒരു അധികാരം മാനേജ്മെന്റിന്റെ കയ്യിലെത്തുകയും നിയമനം നടത്താനുള്ള അധികാരം മാനേജ്മെന്റിനും ശമ്പളം നൽകുന്നത് സർക്കാരും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഇന്നിപ്പോൾ PSCയിലേക്ക് കാര്യങ്ങൾ, കോടതി വിധിപ്രകാരം PSCയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ കൂടി അത് പെട്ടെന്ന് നടക്കാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? എന്തോന്ന് പെട്ടെന്ന്? ഇതിപ്പോ ഈ കോടതി വിധി വന്നവിടെ കോടതി നോട്ടീസ് അയച്ച് 4 ആഴ്ചയ്ക്കകം സർക്കാർ മറുപടി പറയണമെന്ന്. അപ്പോഴത്തേക്കും തന്നെ എന്തോ സംഭവിച്ചു? എല്ലാ പത്രങ്ങളിലും വന്നല്ലോ, മാധ്യമങ്ങളിലെല്ലാം പബ്ലിക് ഡൊമൈനിൽ വന്ന് 1200 സാറന്മാരെ അങ്ങ് കയറ്റാനായിട്ടുള്ള പച്ചക്കൊടി കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട്.
എന്ന് വെച്ചാൽ ഇവർക്ക് എതിരായിട്ട് കോടതി വിധി വരികയാണെങ്കിൽ ഈ 1200 പേരുടെ കാശ് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇത് ഈ കേരളത്തോട് കാണിക്കുന്ന ഒരു വലിയ അത് നോട്ട് ഓൺലി ദാറ്റ് ഇതെന്ന് പറയുന്നത് ബസ് കണ്ടക്ടേഴ്സിന്റെ ജോലിയല്ല. ഇത് ഭാവിയിലെ സിറ്റിസൺസിനെ വാർത്തെടുക്കുന്ന സ്ഥലമാണ്, വിദ്യ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ 4 പ്രാവശ്യം SSLC തോറ്റവർ പോലും എനിക്കറിയാം സാറന്മാരായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ഈ പിള്ളേരെല്ലാം പഠിച്ച് MAയും BAയും ഒക്കെ ഇറങ്ങി വരുന്ന പിള്ളേർക്ക് ഒരു ഇംഗ്ലീഷിൽ ഒരു നല്ലപോലെ ഒരു സെന്റൻസ് പറയാൻ പറ്റാത്തത്. അതിന് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോയി നോക്ക്, തമിഴ്നാട്, അവരൊക്കെ 4ാം ക്ലാസ് 5ാം ക്ലാസ്സോടെ അവിടുത്തെ പിള്ളേരൊക്കെ ഫ്ലോലെസ് ഇംഗ്ലീഷ് പഠിക്കുക. അതുകൊണ്ട് എന്താ അവർക്ക് എവിടെ പോയാലും അവർക്ക് ജോലി കിട്ടും. ഇവിടെ MA MSc പാസ്സായ പിള്ളേർക്ക് അല്ലെങ്കിൽ വക്കീലന്മാർക്ക് ദേ കാൺ സ്പീക്ക് ഇംഗ്ലീഷ് ഫോർ നട്ട്സ്. അപ്പൊ ഇതെല്ലാം അതുകൂടെ അപ്പൊ വിദ്യ പറഞ്ഞു കൊടുക്കുന്നിടത്ത് ഈ കൊള്ളക്ക് ഈ മാറി മാറി വന്ന സർക്കാരുകൾ കൂട്ടുനിന്നത് ഈ കേരളത്തോടല്ല ഈ രാജ്യത്തോട് കാണിക്കുന്ന ക്രൂരത. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ശരി, ശ്രീ MK സലീം, താങ്കളുടെ പ്രതികരണത്തിന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശരൺ തുടരുന്നുണ്ട്. ശരൺ, എന്തായാലും ഹർജിയിൽ സംസ്ഥാന സർക്കാർ എന്ന കോടതിയിൽ വിശദീകരണം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ മാനേജ്മെന്റിന്റെ ഒരു വാദം ഏത് രീതിയിലാണ്? അത്തരത്തിലൊരു നിയമന അധികാരം PSCക്ക് വിട്ടു നൽകാനാകില്ല എന്ന് തന്നെയാണ് മാനേജ്മെന്റ് ഇതിനകം വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ തന്നെ പല സ്കൂൾ കോളേജ് മാനേജ്മെന്റുകളെ ഇത് സംബന്ധിച്ച് ഈ അഭിപ്രായം സംബന്ധിച്ച് ആരാഞ്ഞിരുന്നു. അപ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു നിയമനം, കാരണം അത് ഓർഡിനൻസ് വഴി തന്നെ തങ്ങൾക്ക് കിട്ടിയ അധികാരമാണ്, ഈ അധികാരം PSCക്ക് വിട്ടു നൽകാനാകില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇന്ന് സംസ്ഥാന സർക്കാർ ഏത് രീതിയിലായിരിക്കും വിശദീകരണം നൽകുക എന്ന് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ച് സുപ്രധാനമാകുന്നത്. കാരണം ഇന്ന് സംസ്ഥാന സർക്കാർ PSCക്ക് വിട്ടു നൽകാം, അതായത് അധികാരം PSCക്ക് വിട്ടു നൽകാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സുപ്രധാന ചുവടുവയ്പായി മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PSC തന്നെയായിരിക്കും നിയമന അധികാരം നടത്തുക. ഒപ്പം തന്നെ PSC മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിലേക്കുള്ള എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള അധ്യാപക നിയമനം മറ്റു മാനേജ്മെന്റുകളാണ് നടത്തണമെങ്കിൽ പോലും സ്കൂളുകളിലേക്കുള്ള നിയമിച്ചിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. ഇതോടൊപ്പം തന്നെ കോളേജുകളിലേക്കുള്ള അധ്യാപകർ, അതായത് കോളേജുകളിലെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് UGCയുമാണ്. ഇത്തരത്തിൽ സർക്കാർ നിയമനം നടത്താതെ മാനേജ്മെന്റുകൾ നിയമനം നടത്തുകയും സർക്കാർ ഇത് ശമ്പളം നൽകുകയും ചെയ്യുന്നു എന്നുള്ളൊരു വിരോധാഭാസം, അല്ലെങ്കിൽ അത് ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് നിരക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ എന്ത് വിശദീകരണമായിരിക്കും സർക്കാർ നൽകുക എന്നത് തന്നെയാണ് ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നത്. രഞ്ജിനി, ഒപ്പം തന്നെ ശരണ, എന്തായാലും 60 വർഷമായി ഇവിടെ മാനേജ്മെന്റ് ആണ് നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ PSCയുടെ കോടതി വിധി അനുകൂലമായി PSCയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ കൂടി അത് പെട്ടെന്ന് നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം അത് എത്രത്തോളമാണ് ഇവിടെ കാണുന്നത്? തീർച്ചയായിട്ടും അത് ഇന്ന് സർക്കാർ ഏത് രീതിയിൽ വിശദീകരണം നൽകുന്നു എന്നനുസരിച്ച് മാത്രമേ നമുക്ക് അതിലൊരു കാര്യം പറയാനാവുകയുള്ളൂ. കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് തന്നെ സർക്കാരിനോട് ഹർജിക്കാരൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ PSC വഴി അധ്യാപകരുടെ നിയമനം നടത്തണമെന്നുള്ള കാര്യം. എന്നാൽ അദ്ദേഹത്തോട് സർക്കാർ വ്യക്തമാക്കിയത് ഇപ്പോൾ PSC വഴി നിയമനം നടത്താനാകില്ല എന്നുള്ള കാര്യമാണ്. തുടർന്നാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഏതായാലും തുടരുക ഇപ്പോൾ ഹിലാൽ ബാബു, MSM കോളേജ് ചെയർമാൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ഹിലാൽ ബാബു, എന്തായാലും നിയമനം PSC വഴിയാക്കണമെന്നാണ് ഹർജിക്കാർ ഇവിടെ ആവശ്യപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ ഹിലാൽ ബാബു, കേൾക്കാമെങ്കിൽ. ഹലോ. എന്തായാലും ഇവിടെ PSC വഴി നിയമനം നടത്തണമെന്നാണ് ഹർജിക്കാർ ഇപ്പോൾ പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഒരു കാരണവശാലും ഞങ്ങൾ അത് അംഗീകരിക്കത്തില്ല. കാരണം കോളേജിന് അനുവാദം തരുന്ന സമയത്തും നിയമനം നടത്താനുള്ള അധികാരം മാനേജ്മെന്റിലായിരുന്നല്ലോ. അതെടുത്ത് മാറ്റാൻ എങ്ങനെ പറ്റും? ഞങ്ങൾ അതിനോട് യോജിക്കത്തില്ല, പൂർണ്ണമായും ഞങ്ങൾ അതിനെ എതിർക്കും. ശരി ഹിലാൽ ബാബു, ഇപ്പോൾ ഷാജിർ ഖാൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ഷാജിർ ഖാൻ, എന്തായാലും താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എന്തായാലും PSC വഴി നിയമനം നടത്തണമെന്നാണ് ഹർജിക്കാരുടെ ഒരു ആവശ്യം. PSC വഴി നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ മാനേജ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങൾ സുതാര്യമല്ല. അതിനകത്ത് കോഴ വാങ്ങുകയും നിയമന മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണല്ലോ പല സമയങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തെളിവുകൾ നിരവധി പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു വ്യക്തമായ മാനദണ്ഡം ആവശ്യമാണ്. അപ്പോ കോടതി എങ്ങനെ അതിനകത്ത് ഒരു വിധി പറയുമെന്ന് അറിയില്ല. ഹർജി നേരത്തെയും സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ പല സന്ദർഭങ്ങളിലും
ഗവൺമെന്റുകൾക്ക് ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഇപ്പോഴും എന്താകും എന്ന് പറയാറായിട്ടില്ല. പക്ഷെ നമുക്ക് നിയമനങ്ങളുടെ കാര്യത്തിൽ എന്തായാലും മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് വ്യക്തമായ വ്യവസ്ഥകൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഒരു നിയമനിർമ്മാണം ഗവൺമെന്റ് നടത്തേണ്ടതാണ്. അതിന് സഹായകരമായ ഒരു കോടതി വിധി വരികയാണെങ്കിൽ അത് സ്വീകാര്യമായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ നിലനിൽക്കുന്ന ക്രമക്കേടുകൾക്ക് ഒരു അറുതി വരുത്തുവാനുള്ള ഒരു നീക്കമായി അത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി ഷാജർ ഖാൻ, ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപക നിയമനം BSc വിടണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും SS ശരൺ നൽകിയത്. വാർത്തകൾ തുടരുന്നു. ജീവന് ഭീഷണിയുള്ളതിനാൽ മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ട് ശബരിമല ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ശബരിമല സന്ദർശിക്കുന്ന എല്ലാ യുവതികൾക്കും സുരക്ഷ നൽകണം. ശുദ്ധിക്രിയ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമായും കോടതി വിധിയുടെ ലംഘനമായും പ്രഖ്യാപിക്കണമെന്നും റിട്ട് ഹർജിയിൽ ആവശ്യമുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ശബരിമല സന്ദർശനത്തെ തുടർന്ന് ശാരീരികമായി നേരിട്ട അക്രമങ്ങളും സമൂഹമാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളും ചൂണ്ടിക്കാട്ടി കനകദുർഗയും ബിന്ദുവും നൽകിയ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിക്കുക. അടിയന്തരമായി പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് തയ്യാറായ ഹർജിയിലെ ആവശ്യങ്ങൾ ഇങ്ങനെ: ഇരുവർക്കും മുഴുവൻ സമയ സുരക്ഷയൊരുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണം. ശാരീരികമായും സമൂഹമാധ്യമങ്ങളിലൂടെയും അക്രമം നടത്തുന്നവരെ നിയമപരമായി നേരിടണം. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പോലീസ് സംരക്ഷണത്തോടെ തടസ്സങ്ങളില്ലാതെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനായി അധികൃതർക്ക് നിർദ്ദേശം നൽകി ഉത്തരവിറക്കണം. 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിച്ചാൽ ശുദ്ധിക്രിയ നടത്തുന്നത് വിലക്കണം. ദളിതായ തന്നെ ശുദ്ധിക്രിയയിലൂടെ തന്ത്രി അപകീർത്തിപ്പെടുത്തിയെന്ന് ഹർജിയിൽ ബിന്ദു ആരോപിച്ചിട്ടുണ്ട്. കോടതിയലക്ഷ്യമാണ് തന്ത്രിയുടെ നടപടി. ജീവന് ഭീഷണിയുള്ളതിനാൽ ഒളിവിൽ കഴിയേണ്ടി വന്നു. വീണ്ടും സമാധാനപരമായി ശബരിമലയിൽ പോകാൻ ആഗ്രഹമുണ്ടെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ ആവശ്യത്തിൽ സുപ്രീംകോടതി ഇടപെടുകയോ ഹൈക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യാം. മറ്റാവശ്യങ്ങൾ ശബരിമല പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് കോടതി വിടുമോ എന്നാണ് അറിയേണ്ടത്. ന്യൂസ് 18 ഡൽഹി. രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങ് തകർക്കുന്ന കർണാടകയിൽ നിന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം. എല്ലാ MLA-മാരെയും യോഗത്തിനെത്തിച്ച് BJPക്ക് മറുപടി നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. സർക്കാരിനെ വീഴ്ത്താനായി BJP വലയിലാക്കി ഹോട്ടലിലേക്ക് മാറ്റിയ എല്ലാ കോൺഗ്രസ് MLA-മാരും മടങ്ങിയെത്തി. ഇന്നത്തെ യോഗത്തിൽ നിർബന്ധമായും എത്തണമെന്ന് എല്ലാ MLA-മാരോടും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോഗത്തിന് എത്താത്തവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. തങ്ങൾ BJPയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ തെറ്റാണ് എന്ന് മടങ്ങിയെത്തിയ കോൺഗ്രസ് MLA-മാർ പറഞ്ഞു.